മാഷൊന്നും പറയണ്ട. കുറെ കാലമായി മാഷെ അവൻ എന്നെ ദ്രോഹിക്കാൻ തുടങ്ങിയിട്ട്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ 4 ചക്രം ഉണ്ടാക്കിയത് അവന് വാരിക്കൊരു കൊടുക്കണോ? ഞാൻ പട്ടിണി കിടന്നപ്പോ അവൻ എന്നെ സഹായിച്ചിട്ടുണ്ട് പോലും. ആർക്ക് വേണം അവന്റെ പൂത്ത ഇഡലി ഉണക്ക പൊട്ടും? ഞാൻ കാറ് വാങ്ങിച്ചപ്പോ അവനെ ഞാൻ കാറി കയറ്റി സവാരിക്ക് കൊണ്ടുപോയില്ല പോലും. അയ്യടാ, കാറി കയറ്റാൻ പറ്റിയ ഒരു സാധനം. അതല്ല, പോലീസുകാരുടെ നിന്ന് വല്ല അടിയടിയൊക്കെ കിട്ടി അയാൾ കിടപ്പിലായിപ്പോയാൽ ഒരു കുടുംബം പട്ടിണിയായി പോവും. അതുകൊണ്ട് പറഞ്ഞതാ. നല്ലോണം 2 പൊട്ടിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മാഷിനറിയോ, 6 മാസമായി ഞാൻ ഈ വീട് വിൽക്കാൻ ശ്രമം തുടങ്ങിയിട്ട്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് വിറ്റിട്ട് വേണം എനിക്ക് എന്റെ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റാൻ. ഞാൻ എവിടെന്നെങ്കിലും കഷ്ടപ്പെട്ട് നല്ലൊരു പാർട്ടിയെ തപ്പിക്കൊണ്ടുവന്നാലുടനെ അയ്യപ്പൻ പാരയായിട്ട് ഇറങ്ങും. ഇവിടെ പ്രേതണ്ട്, പിശാശുണ്ട്, ചാത്തനുണ്ട്. മാഷെ, ഒരു നിമിഷം പാടോ. മാഷേ, ഞങ്ങളൊരു സുപ്രധാന തീരുമാനം എടുത്തിരിക്കുകയാണ്. അതറിയിക്കാനാണ് മാഷെ ഞങ്ങൾ ഇങ്ങോട്ട് വരുത്തിയത്. മാഷ് ആളൊരു ധീരനായതുകൊണ്ടും കിംവദന്തികളിൽ വീഴുന്ന ആളല്ലാത്തത് കൊണ്ടും ഈ ഭൂതപ്രേത പിശാചുക്കളിൽ വിശ്വാസമില്ലാത്തവനായതുകൊണ്ടും ഈ പുതുശ്ശേരി തറവാട് മാഷക്ക് കൈമാറാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. പാലക്കാട്ടുകാരനായ നിങ്ങൾ 7 കൊല്ലമായി ഞങ്ങളുടെ നാട്ടിൽ വന്ന് താമസിക്കുന്നു. മാനേജ്മെന്റ് സ്കൂൾ ആയതുകൊണ്ട് സ്ഥലം മാറ്റത്തിനും സാധ്യതയില്ല. ഇല്ല. സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് മാഷക്ക് ആഗ്രഹമില്ലേ? ഇല്ലേ. എനിക്കെന്തിനാ ഇത്രയും വലിയൊരു വീട്? എന്റെ എവിടുന്ന ഇതിനും മാത്രം കാശ്? കാശിന്റെ കാര്യം നമുക്ക് പിന്നെ പറയാം. ഈ വീട് സ്വന്തമാക്കാൻ മാഷക്ക് ഇഷ്ടമാണോ? അത് മാത്രം പറഞ്ഞാൽ മതി. അത് എന്നും നിങ്ങൾക്ക് ആ ചായക്കടയുടെ അടുക്കളയിൽ കഴിഞ്ഞു കൂടിയാ മതിയോ മാഷേ? അതല്ല. ഏതല്ല? നാട്ടിൽ എന്റെ പേര് കുറച്ച് സ്ഥലമുണ്ട്. അത് വിറ്റ് ഇവിടെ ഞാൻ കുറച്ച് സ്ഥലം വാങ്ങിച്ച് ഒരു ചെറിയ വീട് വെച്ച് താമസിക്കണമെന്നാണ് എന്റെ തീരുമാനം. ആണല്ലോ. ആ സ്ഥലം വിറ്റോളൂ. ആ കാശ് എത്രയാന്ന് വെച്ചാ അതെനിക്ക് തന്നോളൂ. ബാക്കി തുക 10 100 വർഷം കൊണ്ട് 5 10 വർഷം കൊണ്ട് കൊടുത്തു തീർത്താ മതി. അങ്ങനെ കടമായിട്ട്? എന്തോന്ന് കടം മാഷേ? അവകാശം പൂർണ്ണമായി മാഷുടെ പേർക്ക് ഞാൻ എഴുതി തരാം. പോരെ? അതിനെ പറ്റിയല്ല. കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട. എനിക്ക് മാഷ നല്ല വിശ്വാസമാണ്. ഈ ഇരവി രാമൻപിള്ള ഈ ദാസൻ മാസ്റ്റർക്ക് ഈ പുതുശ്ശേരി തറവാട് തന്നിരിക്കുന്നു. ഈ ഞാൻ സാക്ഷി. നിങ്ങൾക്ക് എന്താ മാഷെ, പ്രാന്തുണ്ടാ? നിങ്ങൾ യുക്തിവാദിയാണെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ ആ കാര്യം പുതുശ്ശേരി തറവാട്ടിൽ കുടിയിരിക്കുന്ന പ്രേതങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ. നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. പ്രേതവും മണ്ണാങ്കട്ടി. ആ വീട് ഇടിച്ചു പൊളിച്ചാൽ എത്രായിരം രൂപ തല കിട്ടുമെന്നറിയാമോ? ഞാൻ വേറെ മണ്ടനൊന്നുമല്ല. എനിക്ക് സൗകര്യമുള്ളപ്പോ പണം കൊടുത്ത് തീർത്താൽ മതിയെന്ന് അങ്ങനെ പറഞ്ഞത്. മാത്രമല്ല, ഞാൻ ഈ കച്ചവടത്തിൽ സമ്മതിച്ചുകൊണ്ടാ നിങ്ങളെ പേരുള്ള കേസ് പിൻവലിക്കാൻ അങ്ങനെ സമ്മതിച്ചത്. ഞങ്ങളെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ തല കൊണ്ടുപോയി പ്രേതത്തിന് കൊടുക്കണോ മാഷേ? അതിപ്പോ ഇതൊന്നും ഇല്ലേലും സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഊരിപ്പോരും. അത് വേറെ കാര്യം. പോയിന്റ് മനസ്സിലായ? എന്നിട്ട് ഈ ധൈര്യം പോലീസിനെ കണ്ടപ്പോ കണ്ടില്ലല്ലോ അയ്യപ്പ. 4 പേര് കൂടുമ്പോ ഒരുമാതിരി മറ്റേ വർത്തമാനം പറയുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 10 കാശ് എന്നിട്ട് മതി മറ്റു കാര്യം. പുല്ലോ? പുല്ല് കളി. കാര്യമായിട്ട് സംസാരിക്കുമ്പോ അലമ്പ് ഉണ്ടാക്കാണ്ടിരിക്കേണ്ട പിള്ളാച്ച. അല്ല, എത്ര ഉറുപ്പ്യക്കാ കച്ചവടം ഉറപ്പിച്ചേ? രൂപയൊക്കെ വളരെ കുറച്ചേ വേണ്ടു. എന്തെങ്കിലും ഒരു പ്രശ്നമില്ലെങ്കിൽ ആ കാട്ടുകള്ളൻ വീട് നഷ്ടത്തിന് വിൽക്കുമെന്ന് മാഷക്ക് തോന്നുന്നുണ്ടോ? ജ്യോത്സ്യവിധി പ്രകാരം ആ വീട് താമസിക്കാൻ കൊള്ളില്ല എന്ന് തെളിഞ്ഞപ്പോഴാണ് അവൻ വിൽക്കാൻ തീരുമാനിച്ചത്. പോയിന്റ് മനസ്സിലായ? ചെലവാകാത്ത ഒരു സാധനം തലയെ കെട്ടിവെക്കാൻ അത്ര അന്തസ്സില്ലാത്തൊന്നും അല്ല ഇരുപിള്ള ചേട്ടൻ. അന്തസ് തെണ്ടി തിരിഞ്ഞ് നടന്നവനല്ലേ അന്തസ്. എന്റെ ഇഡലിയും പൂട്ടില്ലായിരുന്നെങ്കിൽ അവൻ പണ്ടേ പട്ടിണി കിടന്ന് ചത്തേനെ. മാഷക്കറിയോ? പുതുശ്ശേരി തറവാട്ടിലെ ബാല്യക്കാരനായിരുന്നു ഇരവി. അന്ന് വെറും രവിയായിരുന്നു. ഇപ്പോഴല്ലേ ഇരവിയായത്. മന്ത്രവാദം ചെയ്തല്ലേ കാർത്തിയാനിയമ്മയെ വശത്താക്കിയത്. 7 മാസം ഗർഭം വയറ്റിലുള്ളപ്പോഴാ കല്യാണം കഴിച്ചു കൊടുത്തത്. 4 ആ കാര്യം എന്നേക്കാൾ കൃത്യമായിട്ട് കുഞ്ഞിരാമൻ ചേട്ടനറിയാം.
ഞാൻ പറഞ്ഞ പോയിന്റ് എല്ലാം സത്യമല്ലേ ചേട്ടാ? അല്ലേ? അയ്യപ്പൻ ബിടായി അടിക്കുമെങ്കിലും അതെ. ഈ പറഞ്ഞൊക്കെ സത്യമാ മാസ്റ്ററെ. കേട്ടല്ലോ മകതേ, അറിഞ്ഞുകൊണ്ട് കുടിച്ചാടരുത്, അവൻ ചതിയനാ. നിങ്ങൾക്ക് വല്ല അപകടം പറ്റാൻ ഞങ്ങൾക്ക് സങ്കടമുള്ള കാര്യമാണ്. എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല. നിങ്ങളൊന്ന് ചുമ്മാ ഇരിക്കുന്നു. വരാനുള്ളത് വഴി തങ്ങൂലല്ലോ. മാഷയുടെ വിധി അതാണെങ്കിൽ നമ്മൾ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? തീർന്ന പക്ഷേ ഇയാൾ ചവിട്ടിക്കും. വരട്ടെ. ദൂരെയൊന്നുമില്ലല്ലോ, അടുത്തല്ലേ, ഇടയ്ക്കിടയ്ക്ക് വരാം. വരട്ടെ അവിടെ വരട്ടെ ഏട്ടാ. അല്ല, എന്നാ ഞാൻ പോട്ടെ മാഷേ. ഓ, ഇടയ്ക്കിടയ്ക്ക് വരണം. വരാം. മാഷേ, അത്യാവശ്യം ഇരിക്കാനും കിടക്കാനും വേണ്ടിയുള്ള ചില ഉപകരണങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒന്നാം തരം കരിവീട്ടിയിൽ തീർത്ത ആനക്കുട്ടികൾ, ദാരുശില്പങ്ങൾ, ഇതെല്ലാം ഇനി മാഷർക്കുള്ളതാ. ഈ തറവാട് മാഷ് സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കിക്കൊള്ളണം. ഒരിക്കലും നോവിക്കരുത്, വിൽക്കരുത്, ഇടിച്ചു പൊളിച്ച് കളയുകയും വരുത്. പോട്ടെ. കുടിച്ചത് മതി കേട്ടോ. എടേ, ഇന്ന് ആഘോഷിക്കേണ്ട ഒരു ദിവസമാണ്. ഞങ്ങൾ കുടിക്കും. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ പെട്ട പാട് അത് ഞങ്ങൾക്ക് അറിയാവൂ. കൈമാറ്റം ചെയ്യാതെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ലെന്നായിരുന്നു കണിയാൻ പറഞ്ഞത്. കേക്കടി, അമ്പമ്പൂ, എന്തൊക്കെ അത്യാഹിതങ്ങൾ നടക്കാനിരുന്നതാ. ഈ ഇരിക്കുന്ന പിള്ളേച്ചൻ വരെ തട്ടിപ്പോകേണ്ട കേസല്ലേ? പിള്ളേച്ച പിള്ളേച്ച ദോഷം വീടിനാണെങ്കിൽ അവിടെ താമസിക്കുന്ന ആർക്കും അപകടം വരാമെന്നല്ലേ ഉള്ളൂ. അതിപ്പോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അറിഞ്ഞോണ്ടൊരു പാവത്തിന് പറ്റിക്കായിരുന്നു അല്ലേ? അറിഞ്ഞോണ്ടാം കേറി പൊടിയാത്ത ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് പെണ്ണുങ്ങൾക്ക് എന്താ കാര്യം? കുഞ്ഞെ, അയാൾ എന്തോന്നോ ഒരു വാദിയാ, യുക്തിവാദി. ആ കുന്തം തന്നെ. അങ്ങനെയുള്ളവർക്ക് ദോഷവും ശാപമൊന്നും ഏൽക്കില്ല. അല്ലേലും നേരും നിറയൊക്കെ നോക്കിയാ ജീവിക്കാൻ പറ്റുമോ? ചന്തുവേ, എന്ത് ഒഴി. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇല്ല, ഇന്ന് നേരം വെളുക്കുന്നത് വരെ ഞങ്ങൾ കുടിക്കും. പണിക്കതേ, താരാ കുത്തിയോട്ടപ്പാട്ടൊന്ന് പാടിക്കേ. എന്തോന്ന് കുത്തിയോട്ടപ്പാട്ട്? നല്ല അസൽ സിനിമാ പാട്ട് തന്നെ പാടാം. ചന്തുപ്പണിക്കരെ വെറും പഴഞ്ചനാക്കല്ലേ പിള്ളേച്ചാ. എന്നാ തന്റെ വായി വരുന്ന അങ്ങോട്ട് പാട. വായിൽ വരുന്നതാ ചന്തുവിന്റെ പാട്ട്. സമയമാംബേദത്തിൽ ഞാൻ സ്വർഗയാത്ര. ഇതാണോ ഇത്? തന്റെ ശവം അടക്കുമ്പം താൻ പോയി പാടറോ?